പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഞ്ചായത്തി രാജ് എന്ന വിഷയത്തിൽ നിന്നും LDC എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 20 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവൻ ചോദ്യങ്ങളും കാണാനും ആൻസർ ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 73ാം ഭരണഘടനാ ഭേദഗതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 73ാം ഭരണഘടനാ ഭേദഗതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം, പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു 73ാം ഭരണഘടനാ ഭേദഗതി. 1992 പാർലമെന്റ് പഞ്ചായത്തി രാജ് പാസ്സാക്കുന്നത്. 1993 ഏപ്രിൽ 24 നിലവിൽ വരുന്നത്. ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ വിളിച്ചുകൂട്ടുന്നതും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നേതൃത്വം നൽകുന്നത് ആരാണ്? ഗ്രാമസഭ വാർഡ് സഭ വിളിച്ചുകൂട്ടുന്നതും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതും നേതൃത്വം നൽകുന്നതും ആരാണ്? ഉത്തരം, വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നത്. മുനിസിപ്പാലിറ്റികളിലാണ് വാർഡ് സഭ എന്നറിയപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭ എന്നറിയപ്പെടും. മുനിസിപ്പാലിറ്റികളിൽ വാർഡ് മെമ്പറിന് പകരം കൗൺസിലർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പഞ്ചായത്തി രാജ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? ഉത്തരം, 1959 ഒക്ടോബർ 2 ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്യുന്നത്. പഞ്ചായത്തി രാജ് ആദ്യമായിട്ട് നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. അടുത്ത ചോദ്യം, ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്നത് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഉത്തരം, പ്രാദേശിക ഗവൺമെന്റുകളാണ് ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ എന്ന് അറിയപ്പെടുന്നത്. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം, ഗ്രാമസഭയാണ്. ഒരു വാർഡിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതും മറ്റു പരിപാടികളൊക്കെ നടക്കുന്നത് ഗ്രാമസഭയിലാണ്. നമ്മളെല്ലാവരും ഗ്രാമസഭയിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്കിത് അറിയാവുന്ന കാര്യമാണ്. അടുത്ത ചോദ്യം, പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം, ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 40. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും പരിശീലനം നൽകുന്ന സ്വയംഭരണ സ്ഥാപനമായ കിലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും പരിശീലനം നൽകുന്ന സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള കിലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം, തൃശൂർ ജില്ലയിലാണ് കിലയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം, ജവഹർലാൽ നെഹ്റു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഉത്തരം, 21. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം, അനുച്ഛേദം 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത്. പഞ്ചായത്തി രാജിനെ ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? പഞ്ചായത്തി രാജിനെ ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? കമ്മീഷൻ ഏതാണ്? ഉത്തരം, LM സിംഗ്വി കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത്. ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? ഉത്തരം, ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനം.
ഗ്രാമസഭാ യോഗങ്ങൾക്കിടയിലെ പരമാവധി ഇടവേള എത്രയായിരിക്കണം? ഗ്രാമസഭാ യോഗങ്ങൾക്കിടയിലെ പരമാവധി ഇടവേള എത്രയായിരിക്കണം? ഉത്തരം 3 മാസമായിരിക്കണം പരമാവധി ഇടവേള. ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജിയാണ്. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം MN റോയ്. ഗ്രാമസഭകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ഉത്തരം ആർട്ടിക്കിൾ 243A ഗ്രാമസഭകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ഏത് കമ്മിറ്റിയാണ്? കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ഏത് കമ്മിറ്റിയാണ്? ഉത്തരം അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്തി രാജ് ഭരണ സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ്? പഞ്ചായത്തി രാജ് ഭരണ സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പട്ടിക ഏതാണ്? ഉത്തരം 11ാം പട്ടിക. കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 1994 കേരള പഞ്ചായത്തി രാജ് പാസാക്കിയത്. 20 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളായിട്ട് കാണാം. അതുവരേക്കും ബൈ.